ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെയിൻ ടിപ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെമിസ്ട്രിയിൽ നമ്മൾ +2 പോർഷനിലെ ചാപ്റ്റർ 2 സൊല്യൂഷൻസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആയിരിക്കുന്ന സൊല്യൂഷൻ്റെ സോളിബിലിറ്റി എങ്ങനെയൊക്കെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചും പ്രഷർ മാറുന്നതനുസരിച്ചും വേരി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പഠിച്ചത്. അവിടെ നമ്മൾ ആദ്യം പ്രഷറായിരുന്നു നോക്കിയത്. പ്രഷർ കൂടുമ്പം സോളിബിലിറ്റി കൂടും എന്നാണ് പഠിച്ചത്. പിന്നെ ഇവിടെ വേറെ കുറേ ടേംസ് പഠിച്ചു. ഹെൻറീസ് ലോ പഠിച്ചു, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് പഠിച്ചു. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓരോ ഗ്യാസസിൻ്റെയും ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കൂടും. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കൂടുമ്പോൾ സോളിബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളിൽ അക്വാട്ടിക് ലൈഫ് കൂടുതലായിട്ട് കാണുന്നത് എന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമുക്ക് ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് നൈട്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 Kelvin, how many millimoles of nitrogen gas would dissolve in 1 liter of water? Assume that nitrogen exerts a partial pressure of 0.987 bar. Given that Henry's law constant for nitrogen at 293 Kelvin is 76.48 kilobar. അപ്പം തന്നിരിക്കുന്നത് എന്താ? നൈട്രജൻ ഗ്യാസ് വെള്ളത്തിലേക്ക് ബബിൾ ചെയ്തു. 293 കെൽവിനിലാണ് ചെയ്തത്. എത്ര നൈട്രജൻ്റെ മില്ലിമോൾസ് 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. പിന്നെ അവർ തന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട് 0.987 ബാർ ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ 293 കെൽവിനിൽ നൈട്രജൻ്റെ KH അല്ലെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രത്തോളം മില്ലിമോൾസ് ഓഫ് നൈട്രജൻ ആണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കുന്നത്. അവരെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ഈ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് ഇക്വേഷൻ്റെ ബേസിലായിരിക്കും ചെയ്യേണ്ടത്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH × ആ ഒരു ബേസിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പം എന്താ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ഇൻ അക്വസ് സൊല്യൂഷൻ. നമുക്കറിയാം, ഒരു ഗ്യാസിൻ്റെ സോളിബിലിറ്റി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനായിട്ട് റിലേഷൻ ഉണ്ട്? മോൾ ഫ്രാക്ഷനായിട്ട്. ആ സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് റിലേഷനുണ്ട്. സോ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് തന്നെ, ഹെൻറീസ് ഇക്വേഷൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH × ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോളിബിലിറ്റിനെ മോൾ ഫ്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് നമ്പർ ഓഫ് മോൾസ് നൈട്രജൻ്റെ എത്രയാണെന്ന് കിട്ടും. ആ N മോളിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മില്ലിമോൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ബൈ KH താഴേക്ക് വരും. KH എഴുതി. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 0.987/76. 480 കിലോ ബാർ എന്നുള്ളത് ബാറിലേക്ക് മാറ്റണം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആൻസർ 1.29 × 10⁻⁵ എന്നുള്ളത് കിട്ടി. ഇനി ആസ് 1 ലിറ്റർ ഓഫ് വാട്ടർ കണ്ടെയ്ൻ 55.5 മോൾ ഓഫ് ഇറ്റ്, ദെയർഫോർ ഇഫ് N റെപ്രസെൻറ്റ്. ഇനി നമുക്ക് എന്താ? ആ കിട്ടിയ നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് N കണ്ടുപിടിക്കണം. അവരെന്താ തന്നിരിക്കുന്നത്? വാട്ടർ കണ്ടെയ്ൻ 55.5 മോൾ ഓഫ് ഇറ്റ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്ര വാട്ടർ, 1 ലിറ്റർ വാട്ടർ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അപ്പം നമുക്ക് നമ്പർ ഓഫ് മോൾ ഓഫ് വാട്ടർ, N ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1000. മോളാർ മാസ് എത്ര? 18. അത് ചെയ്യുമ്പോഴാണ് 55.5 കിട്ടിയത്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ 1 ലിറ്ററിന് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ 1 ലിറ്ററിനെ 1000 ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ എന്ത് കണ്ടുപിടിച്ച്? N കണ്ടുപിടിച്ചു. പക്ഷേ നൈട്രജൻ്റെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നൈട്രജൻ്റെ നമ്മൾ എന്തെന്ന് ഇട്ടു? N എന്ന് തന്നെ, വെറും N എന്ന് ഇട്ടു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെയർഫോർ ഇഫ് N റെപ്രസെൻറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് N2. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന അറിയാലോ, ഏതൊരു സബ്സ്റ്റൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് A ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 2 കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷനിലെ Aയുടെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B എന്ന് പറയുന്ന ആ കമ്പോണൻറ്റിൻ്റെ കൂടെ ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളത്തിൻ്റെ ഓൾറെഡി അറിയാം, നമ്മൾ നൈട്രജൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട്
ഈ കൈ എ എന്ന് പറയുന്നത് കൈ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു കൈ ഓഫ് അതിന് നമ്മൾ എൻ എന്നാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് n മോൾ ബൈ n മോൾ പ്ലസ് 55.5 മോൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഡിനോമിനേറ്ററുള്ള n മോൾ എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. കാരണം അത് 55.5 എന്ന് പറയുന്നത് വളരെ ഒരു ലാർജ് നമ്പറായിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി, കൈ നൈട്രജൻ ഈസ് ഈക്വൽ ടു n ബൈ 55.5 ഈസ് ഈക്വൽ ടു കൈ നൈട്രജൻ്റെ വാല്യൂ നമുക്കറിയാം 1.29 × 10⁻⁵. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടും. n ഈസ് ഈക്വൽ ടു ഈ 55നെ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. n ഈസ് ഈക്വൽ ടു 55.5 × 1.29 × 10⁻⁵. അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് പക്ഷേ നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മില്ലി മോളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്തു, 7.16 നമുക്ക് കിട്ടിയ ആൻസർ ഇൻറ്റു 1000 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, മില്ലി മോള് കിട്ടും. അപ്പം ഈ ഒരു മോഡലിലായിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടത്. Henry's law finds several applications in industry and explains some biological phenomena. Notable among these are, ഇനി ഹെൻറീസ് ലോ നമ്മൾ പഠിച്ചല്ലേ, ഹെൻറീസ് ലോയ്ക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻഡസ്ട്രി പരമായിട്ട്. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. To increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under high pressure. എന്താ, ഹൈ പ്രഷറിൽ സോളിബിലിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസസ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സോളിബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ ബോട്ടിൽസ് ഹൈ പ്രഷറിലായിരിക്കും സീൽ ചെയ്യുന്നത്. പിന്നെ സ്കൂബ ഡൈവേഴ്സ് മസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻസ് ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസ് വൈൽ ബ്രീത്തിങ് എയർ അറ്റ് ഹൈ പ്രഷർ അണ്ടർ വാട്ടർ. അണ്ടർ വാട്ടറിൽ നമുക്കറിയാം ഹൈ പ്രഷറാണ്. അപ്പം സ്കൂബ ഡൈവേഴ്സ് എന്ന് പറയുമ്പോൾ വെള്ളത്തിനടിയിൽ പോകുന്നവർ. അപ്പം അടിയിൽ പോകുമ്പം ഹൈ പ്രഷറിലുള്ള ഗ്യാസസുമായിട്ട് ബ്രീത്തിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യാതെ നോക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇൻക്രീസ്ഡ് പ്രഷർ ഇൻക്രീസസ് സോളിബിലിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഇൻ ബ്ലഡ്. നമുക്കറിയാം പ്രഷർ കൂടുമ്പോഴത്തേനും ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ അവിടെ എന്താ, അണ്ടർ വാട്ടറിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് നമ്മുടെ ബ്ലഡിൽ എന്ത് ചെയ്യും, ഡിസോൾവ് ആകും, സോളിബിൾ ആകും. വെൻ ദി ഡൈവേഴ്സ് കം ടുവേർഡ്സ് സർഫസ്, അപ്പോൾ നമ്മൾ സർഫസിലേക്ക് ഇനി തിരിച്ചു വരുവാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും, നമുക്കറിയാം സർഫസിൽ പ്രഷർ വെള്ളത്തിൻ്റെ അടിയിലത്തേക്കാളും കുറവാണ്. അപ്പം മേളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ചെയ്യുമ്പോൾ തന്നെ ഡിസോൾവ്ഡ് ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യും, റിലീസാകും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ നിന്ന് റിലീസാകുമ്പോൾ എന്തുണ്ടാകും, നൈട്രജൻ്റെ ബബിൾസ് കാപ്പിലറികളിൽ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അല്ലെങ്കിൽ ബ്ലഡിൽ നൈട്രജൻ ബബിൾസ് ഫോം ചെയ്യും. കാരണം വെള്ളത്തിനടിയിൽ ഡിസോൾവ് ആയിരുന്നത് മുകളിലേക്ക് വന്നപ്പോൾ പ്രഷർ ഡിക്രീസ് ആയപ്പോഴത്തേക്ക് ഇത് റിലീസായി പോകും. അപ്പോൾ റിലീസാവുന്ന കൂട്ടത്തിൽ ബബിളായിട്ടായിരിക്കും ബ്ലഡിൽ എന്ത് ചെയ്യും, നൈട്രജൻ ബബിൾസ് ആയിട്ട് ഇത് ഫോം ചെയ്യും. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും, കാപ്പിലറികളെല്ലാം ഇത് ബ്ലോക്ക് ചെയ്യും. ക്രിയേറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് ബെൻഡ്. അങ്ങനെ വരുന്ന നമ്മുടെ കാപ്പിലറിനെ എല്ലാം ബ്ലോക്ക് ആക്കുന്ന, നൈട്രജൻ ബബിൾ വന്ന് ബ്ലോക്ക് ആക്കുന്ന അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ബെൻസ്, വിച്ച് ആർ പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ലൈഫ്. അത് ഭയങ്കര വേദനയുമാണ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് ഭയങ്കര ഡേഞ്ചറസുമാണ്. ഇനി എന്താ പറഞ്ഞത്, ടു അവോയ്ഡ് ബെൻസ് ആസ് വെൽ ആസ് ദ ടോക്സിക് ഇഫക്റ്റ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഇൻ ദ ബ്ലഡ്, ദ ടാങ്ക് യൂസ്ഡ് ബൈ ദ സ്കൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം, 11.7% ഹീലിയം, 56.2% നൈട്രജൻ ആൻഡ് 32.1% ഓക്സിജൻ. അപ്പം ഈ ഡൈവ് ചെയ്യാൻ പോകുന്ന സ്കൂബ ഡൈവേഴ്സ് ഉപയോഗിക്കുന്ന ബാഗിനകത്ത് നൈട്രജൻ ഗ്യാസ് ബ്ലഡിൽ ഒരുപാട് ഡിസോൾവ് ആവാതിരിക്കാൻ വേണ്ടി, ഹൈ പ്രഷറിൽ ചാടുമ്പോഴത്തേക്ക് ഡിസോൾവ് ആവാതിരിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്ന ആ ബാഗിൽ എന്തൊക്കെ ഫില്ല് ചെയ്തിരിക്കും, എയർ ഫിൽഡ് വിത്ത് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെ കാണും, അല്ലെ ആ ടാങ്കിൽ ഹീലിയം, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ ഡൈല്യൂട്ട് ചെയ്ത എയറാണ് കൊണ്ടുപോകുന്നത്. അപ്പം എത്ര പെർസെൻറ്റേജ് ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹീലിയം 11.7% കൊണ്ടുപോകും, 56.2% നൈട്രജൻ അല്ലെങ്കിൽ 32.1% ഓക്സിജൻ. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ, ഇവർക്കൊക്കെ KH വാല്യൂ കൂടുതലാണ്. അപ്പം സോളിബിലിറ്റി എന്ത് ചെയ്യും, കുറഞ്ഞിരിക്കും. അതുകൊണ്ടാണ്
സ്കൂബ ഡൈവേഴ്സിൻ്റെ ടാങ്കിൽ ഇവരെ ഫില്ല് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ആൻഡ് ദാറ്റ് അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ. നമുക്കറിയാം പൊക്കമുള്ള സ്ഥലത്ത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഇത് കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ദിസ് ലീഡ് ടു ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് ഓഫ് പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഓർ ക്ലൈംബേഴ്സ്. അപ്പം ഉയരങ്ങളിലേക്കൊക്കെ യാത്ര പോകുന്നവർ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്നവരുടെ ബോഡിയിലും ടിഷ്യൂസിലൊക്കെ ബ്ലഡിലും ടിഷ്യൂലൊക്കെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. ഓക്സിജൻ എല്ലാത്തിടത്തും എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബോഡി നമ്മുടെ വീക്കാകും. അങ്ങനെ വീക്കായിട്ട് തിങ്ക് ചെയ്യാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരു കണ്ടീഷനാണ് അനോക്സിയ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പം ഓർത്ത് വെക്കുക, ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് അനോക്സിയ, എന്താണ് ബെൻഡ് എങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യും, ഇതൊക്കെ. ഓക്കെ, ഇൻ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന്. സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ കൂടിക്കഴിയുമ്പോൾ എന്ത് പറ്റും? സോളിബിലിറ്റി കുറയും. അത് നമ്മൾ ഇപ്പം ഇത്രയും നോക്കിയതിൽ നിന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ്? വെൻ ഡിസോൾവ്ഡ് ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ ലിക്വിഡ് ഫേസ്. ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് മോളിക്യൂൾസ് പിന്നെ കാണപ്പെടുന്ന ഏത് ഫേസിൽ തന്നെയാണ്? ലിക്വിഡ് ഫേസിലാണ്. ആൻഡ് ദി പ്രോസസ് ഓഫ് ഡിസൊല്യൂഷൻ ക്യാൻ ബി കൺസിഡർഡ് സിമിലർ ടു കണ്ടൻസേഷൻ ആൻഡ് ഹീറ്റ് ഈസ് ഇവോൾവ് ഇൻ ദിസ് പ്രോസസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ തന്നെ പറയാം, ഗ്യാസ് എന്തായിട്ട് മാറുമായിരുന്നു ഇവിടെ? ഗ്യാസ് ലിക്വിഡിലേക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുകയാണ്. ആ ഒരു പ്രോസസ്സിന് നമുക്കറിയാം അതെന്താ? കണ്ടൻസേഷൻ പ്രോസസ്സാണ്. കണ്ടൻസേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് വെളിയിൽ പോകുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ? വി ഹാവ് ലേൺഡ് ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ദാറ്റ് ഡിസൊല്യൂഷൻ പ്രോസസ് ഇൻവോൾവ് ഡൈനമിക് ഇക്വിലിബ്രിയം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യമാണ്, ലാസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് ഡൈനമിക് ഇക്വിലിബ്രിയം ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്ന് സൊല്യൂഷൻ ആകും. അതുപോലെ തന്നെ സൊല്യൂട്ടും സോൾവെൻ്റായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു. ആൻഡ് ദസ് മസ്റ്റ് ഫോളോ ലേ ചാർലിയസ്. അപ്പോൾ ഡൈനമിക് ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ത് ഫോളോ ചെയ്യും? ലേ ചാർലിയസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും. ആസ് ഡിസൊല്യൂഷൻ ഈസ് എൻ എക്സോതെർമിക് പ്രോസസ്സ്. ഡിസൊല്യൂഷൻ എക്സോതെർമിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ, അതായത് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സ്, രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പോൾ, ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേര് ഡിസോൾവ് ആവുന്ന ആ പ്രോസസ്സ്, രണ്ട് സാധനങ്ങൾ കൂടി ചേരുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഹീറ്റ് ഇവോൾവ് ആകും, ഹീറ്റ് വെളിയിൽ പോകും. അതിനെയാണ് നമ്മൾ എക്സോതെർമിക് എന്ന് പറയുന്നത്. ആ പ്രോസസ്സ് ആയതുകൊണ്ട്, ഡിസൊല്യൂഷൻ ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ സോളിബിലിറ്റി ഷുഡ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കണം? സോളിബിലിറ്റി ഡിക്രീസ് ചെയ്യണം. കാരണം ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോളിബിലിറ്റി എന്ന് പറയുന്നത് എക്സോതെർമിക് പ്രോസസ്സാണ്. സോളിബിൾ ആവുക എന്ന് പറയുന്നത് ഹീറ്റ് വെളിയിൽ പോകുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് അവിടെ ചൂട് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ചൂട് കൂടുമ്പോൾ സോളിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇനി ഇവിടെ 2 ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, 2.6, 2.7. അത് നോക്കാം. H2S, a toxic gas with rotten egg-like smell, is used for the qualitative analysis. If the solubility of H2S in water at STP is 0.195 molar, calculate Henry's law constant. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ? H2Sന് ഒരു റോട്ടൺ ചീഞ്ഞ മുട്ടയുടെ സ്മെല്ലാണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിനൊക്കെ ലാബിൽ ഉപയോഗിക്കുന്നതാണ്. സോളിബിലിറ്റി ഓഫ് H2S ഇൻ വാട്ടർ. വാട്ടറിലെ H2Sൻ്റെ സോളിബിലിറ്റി അറ്റ് STPയിൽ തന്നിട്ടുണ്ട്. എത്ര? 0.195 മോളാലാണ്. അങ്ങനെയാണെങ്കിൽ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, KH കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി. H2S ഗ്യാസിൻ്റെ സോളിബിലിറ്റി 0.195 മൊളാലാണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഇവിടുത്തെ സോൾവെൻറ്റ് വെള്ളമാണ്. അപ്പം അതിൻ്റെ അർത്ഥം 0.195 മോളാണ്. എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S എന്ന് പറയുന്നത് 0.195 ആണ്. പിന്നെ 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്
ഉണ്ട്. 1 കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 ഗ്രാമാണ്. ഇവിടുത്തെ സോൾവെൻറ്റ് വാട്ടർ ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഓഫ് മോളും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 1 കിലോഗ്രാം, അതല്ലെങ്കിൽ 1000 ഗ്രാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ എത്ര? 18. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് നമുക്ക് 55.55 മോൾസ് കിട്ടി. അപ്പോൾ രണ്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ ഓഫ് H2S കണ്ടുപിടിക്കാം. H2Sൻ്റെ മോൾ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 0.195 ബൈ 0.195 പ്ലസ് 55.55. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.00035 എന്ന് കിട്ടും. അതാണ് എന്ത്? മോൾ ഫ്രാക്ഷൻ ഓഫ് H2S. പിന്നെ നമുക്ക് ഇനി എന്താ അറിയേണ്ടത്? ആ ഇക്വേഷൻ നമുക്കറിയാം. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷനും കണ്ടുപിടിച്ചു. പിന്നെ നമുക്കിനി പ്രഷർ കണ്ടുപിടിക്കണം. STP ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതിൻ്റെ അർത്ഥം എന്താ? STPയിൽ 0.987 ബാർ അല്ലെങ്കിൽ 1 ബാറാണ്. അവർ കൃത്യമായിട്ട് 0.987 ബാർ എന്ന് എഴുതിയിട്ടുണ്ട് STP ആയതുകൊണ്ട്. അപ്പോൾ പ്രഷറും കിട്ടി. അപ്പോൾ ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് KHന് എങ്ങനെ എഴുതാം? പാർഷ്യൽ പ്രഷർ ബൈ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ 0.987 ബൈ മോൾ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് KH എത്രയെന്ന് കിട്ടും. അപ്പോൾ എത്ര ആൻസർ? 282 ബാർ അല്ലെങ്കിൽ 1 ബാർ, അല്ലെങ്കിൽ 282 ATM. Next question. Henry's law constant for carbon dioxide in water is 1.67 into 10 raised to 8 Pascal at 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atm carbon dioxide pressure at 298 Kelvin. അപ്പം കാർബൺ ഡയോക്സൈഡ് ഇൻ വാട്ടർ അതിൻ്റെ എന്താ KH തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ 500 ml ഓഫ് സോഡ വാട്ടർ. സോഡ വാട്ടറിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ്. 500 ml സോഡ വാട്ടറിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവർ പാക്ക് ചെയ്തത് ഏത് ATM പ്രഷറിലാണ്? 2.5 ATM കാർബൺ ഡയോക്സൈഡ് പ്രഷറിലാണ് at 298 Kelvin. അപ്പം തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതണം. KH തന്നിട്ടുണ്ട്, പിന്നെ പാർഷ്യൽ പ്രഷറും തന്നിട്ടുണ്ട്. 2.5 ATM എന്നാണ് തന്നത്. ക്വസ്റ്റ്യനിൽ KH കിടക്കുന്നത് പാസ്കലാണ്. അപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. പാസ്കലിലോട്ട് ആക്കുമ്പോഴത്തേന് 1 ATMനെ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2.5 ATMനെ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേന് 1 ATM എന്ന് പറയുന്നത് 101,325 പാസ്കലാണ്. അപ്പോൾ അതിനെ 2.5നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 ഇൻറ്റു 101,325 പാസ്കൽ. പിന്നെ നമുക്ക് മോൾ ഫ്രാക്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം. പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ ആണെന്ന് നമുക്കറിയാം. അപ്പം മോൾ ഫ്രാക്ഷൻ കൈ കണ്ടുപിടിക്കാൻ പാർഷ്യൽ പ്രഷർ ബൈ KH ചെയ്യണം. അത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2.5 ഇൻറ്റു 101,325 ബൈ 1.67 ഇൻറ്റു 10 raised to 8 ചെയ്യുമ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടും. പിന്നെ അവർ തന്നിരിക്കുന്നത് എന്താ? ഇത് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് ഫോർ 500 ml ഓഫ് സോഡ വാട്ടർ പ്രസൻറ്റിക്ക് സോഡ വാട്ടർ 500 ml ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ml 1 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 500 ml നമുക്ക് എങ്ങനെ പറയാം? 500 ഗ്രാം ഓഫ് സോഡ വാട്ടറാണ് ഉള്ളതെന്ന് പറയാം. അപ്പം ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡ വാട്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന 500 ഗ്രാമാണ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 18 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം. ഇനി ആ ഇക്വേഷൻ എഴുതണം. മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ബൈ നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് H2O. ഈ നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് H2O എന്ന് പറയുന്നത് 27.78 മോളാണ്. അതെന്ന് പറയുന്നത്
വളരെ ലാർജർ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് കളയാം. നമുക്ക് എങ്ങനെ എഴുതാം, കൈ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ നമ്പർ ഓഫ് H2 എന്ന് എഴുതാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്കതിനകത്ത് കൈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ അറിയാം, എത്ര, 1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 1.517 × 10⁻³ അത് നമുക്ക് കിട്ടിയതാണ്, ആ വാല്യൂ അറിയാം. പിന്നെ ഈ NCO2 അതുപോലെ തന്നെ എഴുതി, NH2 നമുക്കറിയാം 27.6. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1.517 × 10⁻³ × 27.78. അവരിവിടെ ഒരു സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയത് അങ്ങ് എഴുതിയേക്കുക. എത്ര കിട്ടും അപ്പം, 42.14 × 10⁻³ മോള് കിട്ടും. എത്ര ഗ്രാം ആണെന്നാണ്. അപ്പം എന്ത് ചെയ്യണം, 10⁻³ മോൾ എന്ന് പറഞ്ഞാൽ മില്ലി മോൾ എന്നാണ്. അപ്പം നമ്മൾ അവരെ എന്ത് ചെയ്തു, നമ്പർ ഓഫ് മോളിനെ 42.14 × 10⁻³ ഇത്രയാണ് നമ്പർ ഓഫ് മോൾ. പിന്നെ നമുക്കറിയാം നമ്പർ ഓഫ് മോൾ ഈക്വൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ്. അപ്പം നമുക്ക് ഈ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിനെ മോളാർ മാസിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് എത്ര ഗ്രാം ആണെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് × 44 കണ്ടോ, നമ്പർ ഓഫ് മോള് 42.14, അതേ ഇൻറ്റു മോളാർ മാസ് ഇൻറ്റു ചെയ്ത് 44. അപ്പോൾ നമുക്ക് എത്ര ഗ്രാം ആണെന്ന് കിട്ടി. എത്ര ഗ്രാമാണ് കിട്ടുന്നത്, 1.854 ഗ്രാം എന്ന് കിട്ടും. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.